കോളേജ് പ്ലേസ്മെൻ്റ് ഒരു ട്രാപ്പാണോ? കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്. അല്ലെങ്കിൽ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ ഈ കോളേജ് പ്ലേസ്മെൻറ്റ് ത്രൂ വന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഈ കരിയർ ഇങ്ങനെ ആയതെന്നുള്ള രീതിയിൽ. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി കോളേജ് പ്ലേസ്മെൻറ്റിനകത്ത് ഒരു ട്രാപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട്. അല്ലെങ്കിൽ കോളേജ് പ്ലേസ്മെൻറ്റിനകത്ത് ഒരു പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യാതെ കോളേജ് പ്ലേസ്മെൻറ്റ് അറ്റൻഡ് ചെയ്തിട്ട് ആ കമ്പനി പോയിട്ട് നിങ്ങൾ ജോലി ചെയ്തിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ എന്താണ് പ്രശ്നം? ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതൊരു കംഫേർട്ടാണ്. അതായത് കോളേജ് പ്ലേസ്മെൻറ്റ് ത്രൂ കിട്ടുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഇപ്പം വിപ്രോയിൽ അല്ലെങ്കിൽ ടി സി എസിലൊക്കെ കിട്ടുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പാക്കേജ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കോളേജ് കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റിൽ വരുമ്പോഴത്തേന് കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടി, എനിക്ക് നല്ല സാലറി ഉണ്ട് എന്നുള്ള രീതിയിലൊരു കംഫർട്ട് വരും. മാത്രമല്ല ഈ കോളേജ് പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രെയിനിങ് ബാച്ച് ഉണ്ടാകും. ആ ട്രെയിനിങ് ബാച്ചിൽ എല്ലാവരും ഫ്രഷേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ എന്താ പറയുന്നത്, കമ്പനിയുടെ കൈൻഡ് ഓഫ് പൊളിറ്റിക്സോ എന്താണോ IT ഇൻഡസ്ട്രിയെന്നോ എന്താണ് ഇൻഡസ്ട്രി എന്ന് പോലും അറിയാത്ത ആൾക്കാരായിരിക്കും. സോ അപ്പോൾ അവർക്കിടയിൽ പെട്ടെന്നൊരു ബോണ്ട് ഉണ്ടാകാനും ആ ബോണ്ടിൽ ഒരു കംഫർട്ട് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കമ്പനികളിലും ഇങ്ങനെ വരുന്ന ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടല്ലോ, ഒരു 3 to 4 ഇയേഴ്സ് അവരുടെ ആ കമ്പനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും, ഈവൻ ദോ ആ കമ്പനിയിൽ അവർക്ക് വേണ്ടത്ര ഗ്രോത്ത് ഇല്ലെങ്കിൽ പോലും. സോ ഇതൊരു ട്രാപ്പ് 1 ആണ്. സോ അപ്പോൾ അതുപോലുള്ള അതർ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്കിൽ സെറ്റ് ചിലപ്പോൾ QAയിലായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ജനറൽ ട്രെയിനിങ്ങിൽ സ്ലോട്ട് ഒഴിവ് വരുന്ന ചിലപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിലോട്ടായിരിക്കാം. അപ്പോൾ നിങ്ങളെ ഓട്ടോമാറ്റിക്കലി ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിലോട്ട് ഇടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കരിയർ പാത്തിലേക്ക് ചിലപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വളരെ വൈകിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എനിക്ക് പറ്റിയ റോൾ QA ആണ്, എനിക്ക് പറ്റിയ റോൾ ഇതല്ല എന്ന് വളരെ വൈകിയായിരിക്കും. ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെയൊക്കെ കാരണം നിങ്ങൾക്ക് QA എന്താണെന്നുള്ളൊരു എക്സ്പോഷർ ആ സമയത്ത് അറിയത്തില്ലായിരിക്കും. അല്ലെങ്കിൽ പല 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 റോളുകൾ, ആ റോളുകൾ ഡിമാൻഡ് ചെയ്യുന്ന സ്കിൽ സെറ്റ് ഇതൊന്നും അറിയണമെന്നില്ല. അവിടെ നിങ്ങൾക്കൊരു ചോയ്സും കിട്ടത്തില്ല. നിങ്ങൾക്ക് ചിലപ്പം QA അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് മാത്രം, അല്ലെങ്കിൽ ബാക്ക് എൻഡ് മാത്രം, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെയൊക്കെയുള്ള ചോയ്സുകൾ വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് ജനറൽ ട്രെയിനിങ് കിട്ടും. അപ്പോൾ ഇങ്ങനെയായിരിക്കും പോകുന്നത്. പിന്നെ ഈ TCS, വിപ്രോ പോലുള്ള വലിയ വലിയ കമ്പനികളിൽ ഒരു 60% പേർക്കും കിട്ടുന്ന ടെക് സപ്പോർട്ടായിരിക്കും. ടെക് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു റോൾ ആക്ച്വലി അതൊരു കൈൻഡ് ഓഫ് ജോബാണെങ്കിലും, പക്ഷേ ആ ജോബിൽ നമുക്ക് വലിയൊരു കരിയർ പാത്ത് ഉണ്ടാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഒരു ടെക് സപ്പോർട്ടിൽ 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ സാലറി വാങ്ങിക്കുന്നതിൻ്റെ ഒരു 200 ഇരട്ടി സാലറി ആയിരിക്കും ആര് വാങ്ങിക്കുന്നത്, ഒരു ഡെവലപ്പറോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡിസൈനറോ ഒക്കെ വാങ്ങിക്കുക. സോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. സോ എൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. സോ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതുപോലുള്ള വീഡിയോസിനായി ഫോളോ ചെയ്യുക. താങ്ക് യു.